മലപ്പുറത്ത് മുസ്ലിം മതാധിപത്യം. കോൺഗ്രസ് പാർട്ടിയിൽ ആരെങ്കിലും ചേർക്കണമെങ്കിൽ പോലും പാണക്കാട്ട് പോയി അനുവാദം വാങ്ങണം. മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ. മലപ്പുറത്ത് മുസ്ലിം മതാധിപത്യം എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആരോപിച്ചു. മലപ്പുറത്ത് നടക്കുന്നത് മതാധിപത്യമാണെന്നും മലപ്പുറത്തെക്കുറിച്ചുള്ള തന്റെ മുൻ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കിയത്. മുസ്ലിങ്ങളുടെ മതപരിപാടികൾ നടക്കുന്ന സ്ഥലത്ത് ഇതര വിഭാഗങ്ങളുടെ ഒരു കട പോലും തുറക്കാൻ അനുവദിക്കില്ല. പലരും പലതും പറയാത്തത് ഭയന്നിട്ടാണ്. തനിക്ക് ഭയമില്ലെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചു. മുസ്ലിം വിഭാഗത്തിന്റെ മത താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ മറ്റു മതവിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ജീവിക്കാനാകൂ. അവരുടെ മതപരമായ ആചാര ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരു ചായക്കട തുറക്കാൻ പോലും സമ്മതിക്കുമോ? വഴക്കുണ്ടാക്കി എല്ലാം അടപ്പിക്കും. ഇതൊന്നും പറയാൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും തന്റെ ഇടമില്ല. ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എല്ലാവർക്കും ഇതറിയാം. പക്ഷെ പരസ്യമായി ആരും പറയുന്നില്ല എന്ന് മാത്രം. ആരും പറയുന്നില്ല എന്നതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന് സ്വയം പരിശോധിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. മുസ്ലിം ലീഗിന്റേത് ടൈറ്റ് ആൻഡ് ലൂസ് നയമാണ്. കോൺഗ്രസ് എന്ന പാർട്ടിയെ ലീഗ് വിഴുങ്ങി. ഗതികെട്ട അവസ്ഥയാണ് അവർക്ക്. ഏതു കാര്യം ചെയ്യണമെങ്കിലും ലീഗിനോട് ചോദിക്കണം. കോൺഗ്രസ് പാർട്ടിയിൽ ആരെങ്കിലും ചേർക്കണമെങ്കിൽ പോലും പാണക്കാട്ട് പോയി അനുവാദം വാങ്ങണം. ഇത്തരമൊരു ഗതികെട്ട അവസ്ഥ കേരളത്തിൽ വേറെ ഏത് പാർട്ടിക്കാണ് ഉള്ളത്? ധാർഷ്ട്യത്തിന്റെ അഹങ്കാരത്തിന്റെ സ്വരമാണ് ലീഗിന്. മൂന്നാമത്തെ ടൈം ഭരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ആണും പെണ്ണും കെട്ടവനെന്ന് വിളിക്കുന്ന നേതാക്കളാണ് ലീഗിലുള്ളത്. 9.5 കൊല്ലം ഭരണമില്ലാതിരുന്നിട്ടും ഇവിടെയും ദുബായിലുമൊക്കെ പോയി അവർ പ്രസംഗിക്കുന്നതും അതുതന്നെയാണ്. ഭരണമില്ലാത്തപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ അവർ അധികാരത്തിൽ വന്നാൽ നമ്മളൊക്കെ കെട്ടി തൂങ്ങിച്ചാകേണ്ടി വരും. അവരുടെ അഹങ്കാരം അതിരു കടന്നുപോയി എന്നും അദ്ദേഹം ആരോപിച്ചു. മുസ്ലിം ലീഗിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി നടത്തുന്ന ആരോപണങ്ങൾ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും കഴിയാത്ത അവസ്ഥ.